നമ്മുടെയൊക്കെ കുഞ്ഞിലേ മുതലുള്ളൊരു ആഗ്രഹമായിരിക്കല്ലേ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് നമ്മുടെ സ്വന്തം പൈസയ്ക്ക് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും വേണ്ടതെല്ലാം അവർക്ക് ഇഷ്ടപ്പെട്ടതെല്ലാം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളത് എല്ലാവരുടെയും കാര്യം അറിയില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിലേ മുതലുള്ളൊരു ആഗ്രഹമായിരുന്നു കേട്ടോ. അച്ഛനൊരു മിലിറ്ററിക്കാരനായിരുന്നതുകൊണ്ട് തന്നെ മാർച്ച് മാസങ്ങളിലാണ് അച്ഛൻ ലീവിന് വരാറുള്ളത്. അച്ഛനെ അങ്ങനെ വല്ലപ്പോഴും മാത്രമേ ഞങ്ങൾക്ക് കിട്ടാറുള്ളൂ. എന്താണെങ്കിലും അച്ഛൻ വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിലാകെ മൊത്തം ഒരു ഉത്സവ ബഹളമാണ്. ഞങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, അമ്പലപ്പുഴ അമ്പലത്തിൽ കൊടിയേറുന്ന സമയം കൂടെ ആയതുകൊണ്ട് തന്നെ അച്ഛൻ അന്ന് സൈക്കിൾ മാത്രമേ ഉള്ളൂ. ഇന്നത്തെ കണക്ക് ബൈക്കോ ടു വീലറോ ഒന്നുമില്ല കേട്ടോ. ആ സൈക്കിൾ ഞങ്ങളെയും പുറകിലിരുത്തി അച്ഛനൊരു പോക്കുണ്ട്. പോയി കഴിഞ്ഞാൽ എനിക്ക് കൈ നിറയെ കുപ്പിവെള്ളം വാങ്ങിച്ചു തരും. അതുമാത്രമല്ല അവിടെ ഒരു കുഞ്ഞു കടയുണ്ട്. ആ കടയിൽ നിന്ന് എന്തൊക്കെയോ ഇട്ടടിച്ച് ഷാർജ എന്ന് പറഞ്ഞ് ഒരൊറ്റ ഐറ്റം ഉണ്ട് കേട്ടോ. പല ഫ്ലേവറൊന്നും ഇല്ലെന്ന് അതും വാങ്ങിച്ചു തന്ന് അതും കുടിച്ചൊരു വരവുണ്ട്. ആ കൈകളിൽ കിടക്കുന്ന വള കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം. പിന്നെ അച്ഛൻ്റെ പൈസ വരാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കും. എന്തിനാണെന്നല്ലേ, ബാങ്കിൽ പോകാൻ. അമ്മയുടെ കൂടെ ബാങ്കിൽ പോകാൻ ഞാനും ചേട്ടനും അടിയാണ് കേട്ടോ. പോകുന്നതിന് മുമ്പ് ഒരു വലിയ ലിസ്റ്റും കാണും എന്തൊക്കെ വേണമെന്നുള്ളത്. ശരിക്കും നല്ല പൈസയ്ക്ക് എത്ര ബുദ്ധിമുട്ടുള്ള സമയമാണെങ്കിലും നമ്മുടെ പേരൻസ് നമ്മുടെ കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരാൻ വേണ്ടി അവർക്ക് പൈസ മാറ്റി വെക്കാറുണ്ടായിരുന്നല്ലേ. അത്രയൊന്നും പറ്റിയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ അവർക്ക് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടി ചെയ്തു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഓരോ മക്കളുടെയും കടമയല്ലേ. എന്താണെങ്കിലും അവരുടെ മുഖത്ത് കാണുന്ന ഈ ഒരു ചിരിക്ക് ഒരുപാട് പൈസ ഒന്നും മുടക്കേണ്ട കാര്യമില്ല കേട്ടോ. ഈ സ്ഥലത്തിൻ്റെയോ ഈ ഫുഡിൻ്റെയോ ഒന്നുമല്ല, നമ്മുടെ മക്കൾ നമുക്ക് വാങ്ങിച്ചു തരുന്നതാണല്ലോ എന്നുള്ളൊരു സന്തോഷമാണല്ലേ നമ്മൾ ആ മുഖത്ത് കാണുന്നത്. അതിനുവേണ്ടി നമ്മുടെ വീടിന് തൊട്ടടുത്തുള്ള ഒരു കുഞ്ഞു കടയിൽ പോയി ഒരു സോഡ സർവത്തോ ഒരു മസാല ദോശയോ വാങ്ങിച്ചു കൊടുത്താൽ നമുക്ക് ഈ ഒരു സന്തോഷം അവരുടെ മുഖത്ത് കാണാൻ സാധിക്കും. എന്താണെങ്കിലും ഇവിടെ അമ്മയും അച്ഛനും വരുമ്പം എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി വാങ്ങിച്ചു കൊടുക്കണമെന്ന് വിചാരിക്കാറുണ്ട്. പക്ഷെ നമുക്ക് എപ്പോഴും വില്ലനായിട്ട് വരുന്ന ഈ ഒരു ട്രാഫിക് തന്നെയാണ്. ജോലിയൊക്കെ കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ ട്രാഫിക്കിൽ വണ്ടി ഓടിച്ച് പോകാമെന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ്. എന്താണെങ്കിലും നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ നല്ല അടിപൊളി ഒരു റെസ്റ്റോറൻറ്റ് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് അമ്മയും അച്ഛനെയും കൊണ്ട് അങ്ങോട്ടേക്കാണ് വന്നിരിക്കുന്നത്. എന്താണെങ്കിലും നല്ല അടിപൊളി ഫുഡ് തരുന്നൊരു റെസ്റ്റോറൻറ്റ് തന്നെയാണ് കേട്ടോ. ഇവിടുത്തെ സർവീസ് പറയാതിരിക്കാനും വയ്യ. അങ്ങനത്തെ ഞങ്ങൾ ഓരോ ജ്യൂസും അതേണൊക്കെ തന്നെ ഞാനും ഒക്കെയാണ് കേട്ടോ ഓർഡർ ചെയ്തിരിക്കുന്നത്. അങ്ങനത്തെ നമ്മൾ ഫുഡൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. അത്രയേ ഉള്ളൂ ഗൈസ്. എല്ലാവർക്കും ബൈ.